തുടങ്ങാം. തുടങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ ഏതാനും ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമാണ് ചെയ്യുന്നത്. ഓൺലൈനിൽ ചെയ്യുന്നതിൻ്റെ ആ കുറവ്, ഓൺലൈനിലെ റെസ്ട്രിക്ഷൻസിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടന്തരീക്ഷത്തിൽ ഒരു പക്ഷേ കൂടുതൽ കാര്യക്ഷമമായിട്ട് ചെയ്യാവുന്നതാണ് ഇതും ഇതുപോലെയുള്ള ആക്ടിവിറ്റികൾ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവ നിർദ്ദേശിക്കപ്പെടുന്നു? ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ കൊറോണ കാലത്ത് ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് പോവുക വഴി മൊബൈൽ ഫോണുകൾക്കും ഗെയിമിങ്ങിനും ഒക്കെ അഡിക്റ്റ് ആവുക വഴി യന്ത്രങ്ങളുമായിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഇന്ററാക്ഷൻ വരുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതങ്ങൾ യാന്ത്രികമായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാതി മാത്രമല്ല, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്നോണമാണ് പലരും ഉൾവലിയുന്നതും മറ്റു പല പ്രശ്നങ്ങളിലേക്കും വീഴുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ററാക്ഷൻ റേസ് ചെയ്യുന്ന, ഓർക്കണം, ഇന്ററാക്റ്റീവ് ഗെയിംസ് എന്ന് പറഞ്ഞ് മൊബൈലിലും കമ്പ്യൂട്ടറിലും ഉള്ളവ യന്ത്രങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് സൂചിപ്പിക്കുന്നത്, മനുഷ്യരുമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ബന്ധം കൂട്ടുന്ന ഏതു തരം ആക്ടിവിറ്റികളും ഈ കാലത്ത് എൻകറേജ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ കല്ല് കളിക്കുകയാണെന്ന് വിചാരിക്കുക. 5 കല്ല് കൊണ്ട് കല്ല് കളിക്കുന്നു. കല്ലുകളി അറിയാവുന്ന ചേച്ചിമാരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു 100ന്റെ കോലും 10ന്റെ കോലുമായിട്ട് ഈർക്കിലി കളിക്കുന്ന ആ കളിയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ കളികൾ കളിക്കുമ്പോൾ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് വഴക്കിന് സാധ്യതയുണ്ട്. ആ വഴക്ക് വാസ്തവത്തിൽ ഇന്ററാക്ഷൻ ആണ്. ഒക്കെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ഇന്ററാക്ഷൻ ആണ്. സജഷൻസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇന്ററാക്ഷൻ കൂട്ടുന്ന തരം ആക്ടിവിറ്റികളാണ് നമുക്ക് നിർണായകമായിട്ടുള്ളത്. അതാണ് കൂടേണ്ടത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കമ്പാരിസൺ നടത്തുകയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഗെയിംസ് വെച്ച്. ഈ കാലഘട്ടത്തിൽ എന്റെ മുൻപിലുള്ള കുട്ടികൾക്ക് ക്യാരംസും ചെസ്സും ഒരാൾ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെസ് ബോർഡ് അങ്ങ് മാറ്റി വെക്കും, ക്യാരം ബോർഡ് കുട്ടികളുടെ മുമ്പിലേക്ക് വെക്കും. എന്താണ്? 2 പേർ കൂടുതൽ സമയം ചിന്തിച്ച് കുറവ് സംസാരിച്ച് നടത്തുന്നതാണ് ചെസ്. എന്നാൽ ക്യാരംസ് 4 പേര് കളിക്കുന്നതിനിടയിൽ ചിലപ്പോൾ നോക്കിയിരിക്കാനും കുറച്ചു പേരുണ്ടെങ്കിൽ അതിനിടയിൽ ആരോയിൽ ഇരിക്കുന്ന കോയിൻ തട്ടിയെന്നോ സ്ട്രൈക്കറേല് ചെയ്യേണ്ട രീതിയിലല്ല ചെയ്തതെന്നോ ബേസ് ലൈൻ വിട്ടുവെച്ച് അടിച്ചുവെന്നോ വീഴാത്ത കോയിൻ പോക്കറ്റിലേക്ക് തള്ളി വീഴ്ത്തിയെന്നോ ഒക്കെ പറഞ്ഞ് കള്ളത്തരം ആരോപണം ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും ചെയ്താൽ, കളി അടിച്ച് പിരിഞ്ഞാൽ പോലും അവിടെ എന്ത് സംഭവിച്ചു? ഇന്ററാക്ഷൻസ് സംഭവിച്ചു. ഇതേ ഉള്ളൂ. മാതാപിതാക്കൾ എന്ന നിലയിൽ, മൂത്തവരെന്ന നിലയിൽ നമ്മൾ പിണങ്ങുന്ന ആ കുട്ടികളെ ഇണങ്ങാനും കൂടി പഠിപ്പിച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ ലഭിച്ചു. അപ്പൊ അവിടെ ഹ്യൂമൻ പ്രോക്സിമിറ്റി ഉണ്ട്, മനുഷ്യരുമായിട്ടുള്ള അടുപ്പമുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെടലുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, വാക്കുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, വഴക്കുണ്ടാകുന്നുണ്ട്, ഇണങ്ങാൻ പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ലഭിക്കുന്നു എന്ന് ഞാൻ പറയും. അപ്പോൾ ഒരുമിച്ച് അത്തരത്തിൽ വിനോദങ്ങളിലേക്ക് പോകാൻ ഉള്ള സാധ്യത കൂട്ടുന്ന മാർഗങ്ങളാണ് നമ്മൾ തേടേണ്ടത്. ഒരു പക്ഷേ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഓൺലൈൻ സംവിധാനത്തിനുള്ളിൽ ചെയ്യാവുന്നവയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിമിതിയുണ്ട്. എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവ സൂചിപ്പിക്കുകയാണ്. ഈ കളി ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം എന്നെ പഠിപ്പിച്ച വ്യക്തി ഈ ഗ്രൂപ്പിൽ ഇപ്പോ ഉണ്ട്.
ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ അത് പഠിപ്പിച്ചത്. എന്റെ മുൻപിൽ ഇവിടെ ഒരു പാഡ് ഉണ്ട്. ഞാനിവിടെ ടംബ്ലേഴ്സ് വെക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ. ദാ ഒരു ടംബ്ലർ വെക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ, പേടിക്കണ്ട. 2 ടംബ്ലർ വെക്കുന്നു. 3ാമത്തെ ടംബ്ലർ വെക്കുന്നു. 3 ടംബ്ലർ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുൻപിലുണ്ട് അത്. ദാ ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ അതില് പ്രത്യേക രീതിയിൽ പേനകൾ ഇടുകയാണ്. ഞാൻ ഒരു പച്ച പേന ഇവിടെ ഇട്ടു, ഒരു പിങ്ക് പേന ഇവിടെ ഇട്ടു. ഇനി ഞാൻ പൊക്കി പിടിക്കാം. ശ്രദ്ധിച്ചോളൂ. ഏറ്റവും കുറഞ്ഞ നീക്കങ്ങളിൽ ഈ പച്ച പേന ഇവിടെ വരണം, ഈ പിങ്ക് പേന ഇവിടെ വരണം. എത്ര നീക്കത്തിനുള്ളിലാണ് നിങ്ങൾക്കത് സാധ്യമാവുക? അപ്പോൾ എങ്ങനെയൊക്കെ നീക്കാം എന്നുള്ളത് സൂചിപ്പിക്കാം. നമുക്ക് തൊട്ടടുത്ത ടംബ്ലറിലേക്ക്, കാലി ടംബ്ലറിലേക്ക് മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ പേനയുള്ള ഒരു ടംബ്ലറിന്റെ മേലെ കൂടെ കാലി ടംബ്ലറിലേക്ക് ചാടാം. ഇതാണ് സാധ്യതകൾ. അപ്പോൾ എത്ര നീക്കം കൊണ്ട് ഈ പിങ്ക് പേനയ്ക്ക് ഇവിടെയും ഈ പച്ച പേനയ്ക്ക് ഇവിടെയും എത്താൻ സാധിക്കും? നിങ്ങളിൽ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ സെഷനിൽ പങ്കെടുത്തത് കൊണ്ട് മെച്ചമുണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ബിഗർ വേർഷൻസ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. 3 എന്ന് അലീന പറയുന്നു, 3 എന്ന് ലേന പറയുന്നു. നമുക്ക് നോക്കാം. 1, 2, 3. ഓക്കെ, യു ഹാവ് ഡൺ ഇറ്റ്. നിങ്ങൾ അത് കിട്ടി. ഞാൻ അതുകൊണ്ട് പ്രശ്നത്തെ വലുതാക്കുകയാണ്. ദാ ഇപ്പുറത്തും ഒരു ടംബ്ലർ കൂടെ വെച്ചു, ഈ ഭാഗത്തും ഒരു ടംബ്ലർ കൂടെ വെച്ചു. ഇപ്പോൾ 5 എണ്ണമുണ്ട്. ഞാൻ ഒരു പിങ്ക് പേനയും ഒരു പച്ച പേനയും കൂടെ വെക്കുകയാണ്. റൈറ്റ്. ഇപ്പോൾ 5 ടംബ്ലേഴ്സ് ഉണ്ട്. എത്ര കുറവ് നീക്കങ്ങൾ കൊണ്ട് ഈ പച്ച പേനകൾ ഇവിടെയും ഈ പിങ്ക് പേനകൾ ഇവിടെയും വരും? 3 കറക്റ്റ് ആൻസർ ആയിരുന്നു. ഉത്തരം പറഞ്ഞവർക്ക് അഭിനന്ദനങ്ങൾ. അല്ലെങ്കിൽ അത് മനസ്സിൽ വർക്കൗട്ട് ചെയ്ത ആ കളിക്കാർക്ക് അഭിനന്ദനങ്ങൾ. എത്ര നീക്കങ്ങൾ കൊണ്ടാണ് ഈ പച്ച പേനകൾ ഇവിടെയും ഈ പിങ്ക് പേനകൾക്ക് ഇവിടെയും വരാനാവുക? ഓക്കെ, നമുക്ക് കളിച്ചു നോക്കാം. ശ്രദ്ധിച്ചോളൂ. 1, 2, 3, 4, സോറി 5, 6, 7, 8. ഓക്കെ, ഒരിക്കൽ കൂടെ കാണിച്ചു തരാം കിട്ടാത്തവർക്ക്. ഇത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പ്രിൻസിപ്പിൾ തരാം. ഏത് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താണ് നമ്മൾ വിജയിക്കുന്നത് എന്ന് കാണിച്ചു തരാം, പറഞ്ഞു തരാം. 1, 2, 3, 4, 5, 6, 7, 8. ആർക്കെങ്കിലും വ്യത്യസ്തമായ ഉത്തരവുണ്ടോ? 8ൽ കുറവ് നീക്കങ്ങൾ കൊണ്ട് ചെയ്യാമെന്ന് വാശിയുണ്ടോ? അതാരാണ്? സുധർമ്മ ടീച്ചറാണോ? ടീച്ചറെ വീട്ടിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ആ ഉത്തരം കിട്ടുമെങ്കിൽ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചതാ. സുധർമ്മ ടീച്ചർക്ക് റിട്ടയർമെന്റിന് ശേഷം ഇവിടെ ഒരു മുറി സ്പോൺസേഡ്. അവാർഡ് കൊടുക്കുമ്പോ നല്ല അവാർഡ് കൊടുക്കണ്ടേ അല്ലേ? ഓക്കെ, റൈറ്റ്. നമ്മൾ വീണ്ടും പ്രശ്നത്തെ വലുതാക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു ടംബ്ലർ വെക്കുന്നു ഇവിടെ. ഒരു ടംബ്ലർ ഇവിടെയും വെക്കുന്നു. ഓക്കെ, നിങ്ങളിൽ ആരെങ്കിലും ടീച്ചേഴ്സും കോർപ്പറേറ്റ് ട്രെയിനേഴ്സും ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് മെച്ചമാകണമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. റൈറ്റ്? വീണ്ടും ഞാൻ പേനകളുടെ എണ്ണം കൂട്ടുകയാണ്. പേനകളും വെച്ചു. എത്ര മിനിമം നീക്കങ്ങൾ കൊണ്ട് ഈ 3 പച്ച പേനകൾ ഈ ഭാഗത്തും 3 പിങ്ക് പേനകൾ ഇങ്ങോട്ടും വരാം? ഓക്കെ, ഉത്തരങ്ങൾ വരാൻ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ കളികൾ കളിക്കേണ്ടത് കൊണ്ട് ഞാൻ കാണിച്ചു തരികയാണ്. നേരെ ഉത്തരത്തിലേക്ക് പോവുക. പറയുന്നില്ല, പറയാതെ കാണിച്ചു തരികയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 നീക്കങ്ങളിൽ കുറവ് നീക്കങ്ങൾ കൊണ്ട് നമുക്കിത് സാധ്യമാവില്ല. സോ 3 ടംബ്ലർ ഉണ്ടായിരുന്നപ്പോൾ അത് 3 ആയിരുന്നു. 5 ആയപ്പോൾ അത് 8ലേക്ക് നീങ്ങി. ഇപ്പോൾ 7 ആയപ്പോൾ അത് 15ലേക്ക് നീങ്ങുന്നു. ഒരു ക്ലൂ ഉണ്ട് അവിടെ, ഒരു ക്ലൂ ഉണ്ട് അവിടെ. ശ്രദ്ധിച്ചോളൂ. 3 ആയിരുന്നപ്പോൾ അത് 3 ആയിരുന്നു. 5 ആയപ്പോൾ അത് 8 ആയി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 9 ടംബ്ലേഴ്സും 4 വീതം പേനകളുമാണെങ്കിൽ ഒൻപത് ടംബ്ലേഴ്സും 4 വീതം പേനകളുമാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 24. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇത് എന്തിനാണ് വ്യത്യസ്ത വേർഷൻസ് കാണിച്ചു തന്നത്? 22 അല്ല മോളെ, 24 ആണ്. വ്യത്യസ്ത വേർഷൻസ് കാണിച്ചു തന്നതിന്റെ ഉദ്ദേശം ഇതാണ്, ഏജ് അപ്രോപ്രിയേറ്റ് ആക്കാൻ. ഏജ് അപ്രോപ്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ 3 വെച്ച് തുടങ്ങാം. വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അത് 5 ആക്കി 7 ആക്കി അങ്ങനെ മേലേക്ക് പോവുക. കോഴി കൂവിയതാണോ? ഓക്കെ, റൈറ്റ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ പറയാതെ പോയ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണമെന്ന്. അതിതാണ്, നീക്കങ്ങൾ വ്യക്തമായിരിക്കണം. അടുത്തുള്ള കാലിക്കളത്തിലേക്ക് നീങ്ങാം, പേന ഇരിക്കുന്ന ഒന്നിന്റെ മേലെയും ചാടാം. ഇതാണ് 2 സാധ്യതകൾ മൂവ്മെന്റിന്. നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾ ഇതാണ്, തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒഴിച്ച് ഒരേ നിറമുള്ള പേനകൾ അടുത്തടുത്ത് വരാൻ പാടില്ല. വന്നാൽ നിങ്ങൾ തോറ്റുപോകും. ഞാൻ ആവർത്തിക്കുന്നു, തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒഴിച്ച് ഒരേ നിറമുള്ള പേനകൾ അടുത്തടുത്ത് വരാൻ പാടില്ല. അങ്ങനെ വന്നു പോയാൽ നമുക്ക് ആ മിനിമം നീക്കങ്ങൾ കൊണ്ട് നീക്കാൻ സാധിക്കുകയില്ല. നമ്മൾ കൂടുതൽ നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഇതാണ്, ഒരു വശത്ത് നിന്ന് നീക്കാവുന്നിടത്തോളം നീക്കിയിട്ടേ മറുഭാഗത്തുനിന്ന് നീങ്ങാൻ തുടങ്ങാൻ പാടുള്ളൂ. ഒരു ഭാഗത്തുനിന്ന് നീക്കാവുന്നിടത്തോളം നീക്കിയിട്ടേ മറുഭാഗത്തു നിന്നും നീക്കം തുടങ്ങാൻ പാടുള്ളൂ. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഈ 2 പ്രിൻസിപ്പിളും അപ്ലൈ ചെയ്ത് കാണിക്കാണ്. ശ്രദ്ധിച്ചോളൂ. ഇത് ഒരെണ്ണം ഇങ്ങോട്ട് നീക്കി, ഇനി നീക്കാൻ പറ്റുമോ? ഇനി നീക്കിയാൽ ഇവിടെ അടുത്ത് വരും. ഇതിങ്ങോട്ട് നീക്കിയാൽ ഇവിടെ അടുത്ത് വരും, ഒരേ കളർ അടുത്ത് വരും, പാടില്ല. അപ്പൊ ഒരെണ്ണം നീക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് നീക്കി, ഇവിടെ അടുത്ത് വന്നിട്ടില്ല. ഒരെണ്ണം ഇങ്ങോട്ട് നീക്കി, ഇവിടെയും അടുത്ത് വന്നിട്ടില്ല.
ഇതിനി നീക്കാൻ പറ്റില്ല, കാരണം ഒരേ നിറം അടുത്ത് വരും. അപ്പൊ വീണ്ടും ഇങ്ങോട്ട് പോവാണ്, ഇങ്ങോട്ട് പോവാണ്. ഇനി ഇതിങ്ങോട്ട് നീക്കിയ കുഴപ്പമില്ല. വീണ്ടും ഇതിങ്ങോട്ട് പോവാണ്, ഇതിങ്ങോട്ട് പോവാണ്, ഇതിങ്ങോട്ട് പോവാണ്. വീണ്ടും ഇതിങ്ങോട്ട് പോവാണ്, ഇങ്ങോട്ട്, 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 ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾക്ക് 3ന്റെ വേർഷൻ കിട്ടി, 5ന്റെ വേർഷൻ കിട്ടി, 7ന്റെ വേർഷൻ കിട്ടി, 9ന്റെ വേർഷൻ കളിക്കാനുള്ള ധൈര്യവും കിട്ടി, കളിയുടെ പ്രിൻസിപ്പിളും കിട്ടി. ഓക്കെ, ഈ കളി എന്നെ പഠിപ്പിച്ചു തന്ന ആൾ ഈ ഗ്രൂപ്പിലുണ്ട്. അയാൾ ഓർക്കുമെന്ന് എനിക്കറിയില്ല. ദാ ചീട്ടുകൾ, എയ്സ് തൊട്ട് ജെ വരെയുള്ള ചീട്ടുകൾ. ഞാൻ ജെ വരെ എന്ന് പറഞ്ഞത് KQJ എന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിലൊരു പ്രത്യേക മന്ത്രം ജപിക്കുകയാണ്. ഓക്കെ, ദാ കണ്ടോളൂ, ആ 13 ചീട്ടുകൾ ഞാൻ ദാ ഒന്നിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മന്ത്രമൊക്കെ കാണിക്കുന്നു. റൈറ്റ്, ഒരു മാജിക്കുകാരന്റെ മകനായി പോയി, അതുകൊണ്ട് മന്ത്രം കാണിക്കാതെ പറ്റത്തില്ല. റൈറ്റ്, ഇനി ശ്രദ്ധിച്ചോളൂ. ഞാൻ ചീട്ടെടുത്ത താഴേക്ക് സ്പെല്ലിംഗ് എണ്ണുകയാണ്. സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട്, സ്പെല്ല് ചെയ്തുകൊണ്ട് ചീട്ടുകൾ എടുത്ത് മാറ്റാൻ പോവുകയാണ്. ACE, ACE, TWO2, THREE3, FOUR4. വാസ്തവത്തിൽ ഇതൊരു കളി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ട്രിക്കാണ്. ഓക്കെ, കുട്ടികളെ പെട്ടെന്ന് മെസ്മറൈസ് ചെയ്യുന്ന, അവരെ അത്ഭുതപ്പെടുത്തുന്ന, അവരെയും ചെയ്യാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ സൂപ്പറായി. FIVE5, SIX6, SEVEN, EIGHT8, NINE9, TEN10. ഇനി KQJ ആണ് കേട്ടോ. KING, കിങ്. കിങ് തന്നെയല്ലേ? അതെ. ഇനി 2 കൂടെ ഉള്ളൂ. QUEEN, ക്വീൻ. JACK, ജാക്ക്. ഏത് ക്രമത്തിൽ ചീട്ട് വെച്ചാലാണ് അങ്ങനെ കിട്ടുക? ഞാൻ ചാറ്റ് ബോക്സിൽ കാണിച്ചേക്കുന്ന നമ്പറുകൾ ഒന്ന് കണ്ടോണ്ടിരുന്നേ പറ്റുമെങ്കിൽ. കണ്ടല്ലോ, ഞാൻ അവയെ കോർത്തിണക്കി ഒരു കഥയാക്കുകയാണ്. 387 വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജ്ഞി ജീവിച്ചിരുന്നു. അവൾക്ക് 64 വയസ്സായിരുന്നു. അവൾക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് കിങ്ങും രണ്ടാമത്തേതിന്റെ പേര് ജാക്കും. കിങ്ങിന് 10 വയസ്സായിരുന്നു, ജാക്കിന് 9.5 വയസ്സും. ചോദിക്കരുത് 6ാം മാസത്തിൽ വീണ്ടും കുട്ടിയുണ്ടായോ എന്ന് ചോദിക്കരുത്. ഇത് കോഡ് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. ആ ലെവലിലാണ് നമ്മൾ ചീട്ട് അറേഞ്ച് ചെയ്യുക. ചീട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്പെല്ലിംഗ് നോക്കിയാൽ മതി. സ്പെല്ലിംഗ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചീട്ട് വന്നുകൊണ്ടിരിക്കും. വേറെ മാജിക് ഒന്നുമില്ല. ഈ അറേഞ്ച്മെന്റ് ഫോളോ ചെയ്താൽ വരും, ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ വരില്ല. വേറെ മാജിക് ഒന്നുമില്ല. ഇറ്റ് ഈസ് മിയർലി എ ട്രിക്ക്. പക്ഷേ നമ്മൾ ഒരിക്കൽ കാണിച്ചു കൊടുത്തിട്ട് ഒരു കൂട്ടം കുട്ടികൾക്ക് ഇത് ചലഞ്ചായിട്ട് കൊടുക്കുക. ചലഞ്ചായിട്ട് കൊടുക്കുക. അവർ 1 മണിക്കൂർ മെനക്കെട്ടാലും അത് കണ്ടുപിടിക്കില്ല. കണ്ടുപിടിക്കാതെ അവർ പരിശ്രമിച്ച് കഴിഞ്ഞിട്ട്
നമ്മൾ അവരുടെ മുമ്പിൽ വീണ്ടും കാണിച്ചു കൊടുക്കുക, എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക. പ്രത്യേക രീതിയിൽ അവരുടെ ബുദ്ധി ഉണരുമെന്ന് മാത്രമല്ല, അത്രയും നേരം മീനിങ് ഫുൾ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് അവരവരുടെ സമയം ഫില്ല് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അതിനിടയിൽ ഒരാൾ ചെയ്യും, മറ്റേയാൾ അത് മാറ്റി നോക്കും, സജഷൻസ് പറയും. സജഷൻസ് സ്വീകരിക്കപ്പെടാം, നിരാകരിക്കപ്പെടാം. എന്തു തന്നെയാണെങ്കിലും അവർ റിസൾട്ട് എത്തിയാൽ മിടുക്കർ, റിസൾട്ട് എത്തിയില്ലെങ്കിൽ പോലും നമ്മളത് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്കത് മെച്ചമായിട്ട് തീരും. ഓക്കെ, അവർക്ക് സ്കൂളിൽ തിരിച്ചു ചെല്ലുമ്പോ ചീട്ടും കൊണ്ട് പോകരുതേ. ഏതെങ്കിലും കൂട്ടങ്ങളിൽ ഒരു പിക്നിക്കിനിടയിലോ ഒക്കെ ഇത്തരം സൂത്രവിദ്യകൾ കാണിച്ച് സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇത്രയും ചീട്ടുകൾ എന്റെ കയ്യിൽ പിടിക്കുകയാണ്. അത് പ്രകാരം ചീട്ട് വെക്കുക. അപ്പൊ ഏറ്റവും മുകളിലത്തെ ചീട്ട് 3 അവസാനത്തെ ചീട്ട് 5 ആയിരിക്കും. എങ്കിലാണ് കാര്യം വർക്കൗട്ട് ആവുക. ഇത് ശ്രദ്ധിച്ചോളൂ. ഒരു കൂട്ടം ചീട്ടിൽ നിന്ന് ഞാൻ കണ്ണടച്ച് പിടിക്കാൻ പോവുകയാണ്. ഞാൻ കള്ളത്തരമൊന്നും കാണിക്കല്ല, പേടിക്കണ്ട. എന്റെ ടീം മെമ്പർ ഒരു ചീട്ട് എടുക്കും, അത് അവള് നോക്കും, നിങ്ങളെയും കാണിക്കും. ചീട്ട് ഏതാണെന്ന് അവള് നോക്കും, നിങ്ങളെയും കാണിക്കും, സ്ക്രീനിലേക്ക് കാണിക്കും. കാണിച്ചു കഴിഞ്ഞിട്ട് ആ ചീട്ട് കമിഴ്ത്തി പിടിച്ച് എന്റെ കയ്യിലേക്ക് തരും. ഓക്കെ, കമിഴ്ത്തി പിടിച്ചാണ് തന്നിരിക്കുന്നത്. ഞാൻ കണ്ണ് തുറന്നു. ഞാൻ ആ ചീട്ട് ഇതിനിടയിലേക്ക് വെക്കുകയാണ്. കണ്ടല്ലോ, വെച്ചു. റൈറ്റ്. ഇനി ചീട്ട് ഞാൻ കുത്തുകയാണ് കേട്ടോ. കുത്തുന്നു, ഷഫിൾ ചെയ്യുന്നു. വെച്ചു, കുത്തി. നീ ആർക്കെങ്കിലും കുത്തണമെങ്കിൽ കുത്താം. ഞാൻ എന്നിട്ട് ചീട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ്. ചീട്ട് നിങ്ങളെ കാണിച്ചു തരുന്നു. കാണിച്ചു തന്നുകൊണ്ട് ഞാൻ കൃത്യം ആ ചീട്ട് എടുക്കുകയാണ്. ഞാൻ മാജിക്കുകാരനൊന്നും അല്ല കേട്ടോ, ഇത് വെറും ട്രിക്കാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചീട്ടിന്റെ പുറകിൽ ഡിസൈൻ ഉണ്ട്. ഡിസൈൻ എല്ലാം ഒരുപോലെ വെച്ചിട്ട് തിരിച്ചു വെക്കുന്ന ചീട്ട് മാത്രം ഞാൻ തിരിച്ചാണ് വെക്കുക. പിടികിട്ടിയോ? ഉള്ളിലേക്ക് വെക്കുന്ന ചീട്ട് മാത്രം ഞാൻ ഡിസൈൻ തിരിച്ചു വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളെ കാണിച്ചുകൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് പുറകിലത്തെ ഡിസൈൻ കാണാം. ഏതാണ് മറിഞ്ഞിരിക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അതാണ് സൂത്രം. എല്ലാവരും കയ്യില് ഏതെങ്കിലും സൈസിലുള്ള ഒരു പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, വളരെ ചെറിയ പീസ് മതി. പേപ്പർ കളയണ്ട കേട്ടോ. ഞാൻ വൃത്തിയായിട്ട് നിങ്ങളെ കാണിക്കണ്ടെന്ന് വെച്ചിട്ടാണ് നല്ല A4 പേപ്പർ എടുത്തത്. എടുത്തിട്ട് ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ മടക്കി, അതായത് ഈ കോണ് മൊന പോലെ വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഞാനിതാ ഇങ്ങനെ ഇവിടെ മടക്കിയിട്ട് ഇവിടെ എക്സ്ട്രാ വരുന്ന ഭാഗം ഞാൻ കീറുകയാണ്. ഈ എക്സ്ട്രാ വരുന്ന ഭാഗം കീറി കഴിയുമ്പോൾ എനിക്കൊരു സ്ക്വയർ പേപ്പർ കിട്ടും. സമചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ കിട്ടും. ഇത് നമ്മുടെ ഒരുക്കമാണ്. ഇത് ട്രിക്കല്ല ഇപ്പൊ കാണിക്കുന്നത്. ട്രിക്കല്ല, ഇത് കളിയാണ്. വാസ്തവത്തിൽ ഇതൊരു എക്സർസൈസ് ആണ്, ആക്ടിവിറ്റിയാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ കിട്ടി. ഓക്കെ, നമ്മൾ വീണ്ടും അതിനെ 4 മടക്കുകയാണ്. നെടുകയും കുറുകയും 4 മടക്കി. റൈറ്റ്, ഫോൾഡഡ് ഇൻറ്റു 4. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തു. പറ്റുമെങ്കിൽ നഖം കൊണ്ട് അതിൽ ചേർത്ത് അങ്ങനെ വലിക്കുക. റൈറ്റ്. ഇനി ആ പേപ്പർ തുറക്കുക. പേപ്പർ തുറന്നിട്ട് അതിന്റെ 4 ഭാഗം, ഒരു സ്ക്വയർ, 4 സ്ക്വയർ കാണാം. അതിലൊരു സ്ക്വയർ നമ്മൾ കീറിക്കളയണം. കളയണ്ട, ആ പേപ്പർ മതി വേറൊരാൾക്ക് വർക്ക് ചെയ്യാൻ. ഓക്കെ, ഒരു സ്ക്വയർ കളഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. എല്ലാരും എന്റെ ഒപ്പം എത്തിയോ?
എൽ ഷേപ്ഡ് പേപ്പർ കിട്ടി. ഓക്കെ, നിങ്ങളുടെ ടാസ്ക് ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ഈ കടലാസ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കണം, ഒട്ടും ബാക്കി വരരുത്. ഇതിനെ നിങ്ങൾ 4 തുല്യ കഷ്ണങ്ങളാക്കണം. ഒരേ വലിപ്പം, ഒരേ ഷേപ്പ്, ഒരേ ആകൃതിയും ഒരേ വലിപ്പവുമുള്ള 4 തുല്യ കഷ്ണങ്ങളാക്കണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. വരച്ചാലും മതി, വരച്ചാലും മതി, പേപ്പർ കീറി കളയണ്ട. വരച്ചാലും മതി, പേപ്പർ കീറി കളയണ്ട. പരിശീലകരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഇത് കേരളത്തിൽ ഏതാണ്ട് 2004 ഇറങ്ങിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുക. എങ്കിലും ഞാൻ പറയുകയാണ്, അധികം ഓടിയിട്ടില്ലാത്ത ഒരു ആക്ടിവിറ്റിയാണ്. കോർപ്പറേറ്റ് ട്രെയിനിങ് ലെവലിൽ പോലും ഉപയോഗിക്കാവുന്നതാണ്. പലതരത്തിൽ കുട്ടികളുടെ ചിന്തിക്കാനുള്ള ശേഷിയെ, ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷിയെ, ഗ്രൂപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒക്കെ തൊട്ടുണർത്താൻ സാധ്യതയുള്ള ആക്ടിവിറ്റീസ് ആണ്. ആദ്യമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഇപ്പോൾ വിജയിച്ചുവെങ്കിൽ എന്നെ കാണിക്കുക. അവരുടെ സ്ക്രീൻ ഞാൻ എൻലാർജ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പിൻ ചെയ്യാം. ആർക്കെങ്കിലും കിട്ടിയോ? നേരത്തെ ചെയ്തിട്ടുള്ളവർ കാണിക്കരുത്. ആണോ? ഇതാരാണ് പറയുന്നത്? ആഹാ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാ? ഓക്കെ, ഗീതാബായിയുടെ ഫുള്ള് സ്പോട്ട്ലൈറ്റിലാക്കിയിട്ടുണ്ട്. സോറി, വെയിറ്റ് ചെയ്യണം. ഗീതാബായി പോരാ. വടകരയിൽ സൂര്യൻ ഉദിക്കുന്നേ ഉള്ളൂ അല്ലെ ഗീതാബായി? റൈറ്റ്, ഓക്കെ. സമയം വൈകിക്കുന്നില്ല. ചെയ്തിട്ടുള്ളവർ ഒന്ന് കാണിച്ചേ. ആരാണ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോട്ട്ലൈറ്റ് ചെയ്യാം. ചെയ്തിട്ടുള്ളവർ രമ്യ മറന്നോ? ചെയ്തിട്ടുള്ളവർ മാത്തമാറ്റീഷ്യൻ ഒക്കെ ഉണ്ടല്ലോ ഗ്രൂപ്പില്. ആണോ? ഓക്കെ, അപ്പൊ സിമ്പിൾ. ശ്രദ്ധിച്ചോളൂ, എന്നെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഞങ്ങൾ ഇതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന രീതി അല്പം യുണീക്കാണ്. ഞങ്ങൾ കുട്ടികളോട് പറയുക, അല്ലെങ്കിൽ പങ്കെടുക്കുന്നവരോട് പറയുക ഇതാണ്: നിങ്ങൾ ആരും വന്ന വഴി മറക്കരുത്. നിങ്ങൾ ആരും വന്ന വഴി മറക്കരുത്. എന്താണ് വന്ന വഴി? വന്ന വഴി ചതുരമാണ്, സ്ക്വയർ ആണ്. So go back to the square. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? വന്ന വഴി മറക്കരുത്. സ്വന്തം വീടും നാടും വീട്ടുകാരെയും നാട്ടുകാരെയും മറക്കരുത്. അപ്പോ വീണ്ടും എന്താ ചെയ്യേണ്ടത്?
ഗോ ബാക്ക് അഗെയിൻ ടു സ്ക്വയർ. നമ്മൾ 2 ചതുരം വഴിയാ വന്നത്, അതുകൊണ്ട് 2 ചതുരം വഴി മുന്നോട്ട് പോവുക. ഓക്കെ, കംപ്ലീറ്റ്ലി സ്ക്വയർ ആക്കി നന്നായിട്ട് പ്രസ് ചെയ്യാം. റൈറ്റ് ആൻഡ് റെഡി. യുവർ ആൻസർ ഈസ് ഇൻസൈഡ് നൗ. സൂക്ഷിച്ചു നോക്കുക. സൂക്ഷിച്ചു നോക്കിയാൽ ദാ ഇവിടെ ഒരു എൽ, സോറി ഇവിടെ ഒരു എൽ, ദാ ഇവിടെ ഒരു എൽ, ദാ ഇവിടെ ഒരു എൽ, ഇവിടെ ഒരു എൽ, 4 എല്ലുകൾ ഇതേപോലെയുള്ള ഷേപ്പില് 4 കടലാസുകൾ കിട്ടും. ഞാൻ പേന കൊണ്ട് വരച്ചും കൂടെ കാണിക്കാം. ഓരോ എല്ലിലും 3 ചെറിയ സ്ക്വയറുകളുണ്ട്. അപ്പം ആരും പറയില്ല സൈസ് വ്യത്യാസം ഉണ്ടെന്ന്. കൃത്യമായിരിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ രമ്യ, അപ്പൊ പഠിപ്പിക്കുന്ന ട്രിക്കുകളും ഉപയോഗിക്കുന്നില്ല എന്നാണ് അതിന്റെ സൂചന. റൈറ്റ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തരികയാണ് എല്ലാവർക്കും. വീട്ടിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന ഒരു സൂത്രം. ഓക്കെ, രമ്യ പറയുന്നു കൊറോണ കാരണമാണ്. ഓക്കെ, എനിവേ, എന്റെ അമ്മയ്ക്ക് 9 മക്കളാണ്. 9 മക്കളോടും അമ്മയ്ക്ക് തുല്യ സ്നേഹമാണ്. അമ്മയുടെ കയ്യിൽ 3 ഏത്തപ്പഴമുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരു കത്തിയുമുണ്ട്. 3 തവണ പഴം മുറിച്ച് 9 കഷണം ഉണ്ടാക്കി തരണം. ദയവ് ചെയ്ത് എന്റെ അമ്മയെ നിങ്ങളൊന്ന് സഹായിക്കുക പഴം മുറിക്കാൻ. 9 തുല്യമായി സ്നേഹിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ. അതുകൊണ്ട് വലിപ്പ വ്യത്യാസം വരരുത് കാര്യമായിട്ട്. റൈറ്റ്, 3 തവണ മുറിച്ച് 9 കഷ്ണം കിട്ടണം. മുറിച്ചാൽ 12 കഷ്ണാവൂലേ? മൂന്ന് തവണ മുറിച്ചാൽ 12 കഷ്ണാവൂലേ? 2 തവണ മുറിക്കുമ്പോ തന്നെ 9 കഷ്ണാവൂലേ? അപ്പൊ അതിനിടയ്ക്കാണ് ഉത്തരം. 3 തവണ മുറിച്ചിട്ട് 9 കഷ്ണം കിട്ടിയാ മതി. അതാണ്, അവിടെയാണ് കുടുക്ക്. ട്രാപ്പ് കൃത്യം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. 3 തവണ മുറിച്ചിട്ടാണ് 9 കിട്ടേണ്ടത്. 2 തവണ മുറിക്കുമ്പോഴേ 9 കിട്ടരുത്. നേരെ വെച്ച് മുറിച്ചാൽ 3 തവണ മുറിക്കുമ്പോഴേക്കും 12 ആ 3 കഷ്ണത്തിന് വേണ്ടി 9 സഹോദരങ്ങൾ കിടന്ന് വഴക്കൂടില്ലേ? അതാരടാ? അതാർക്കാ കിട്ടിയേ? ആഗ്നസ് ആൻഡ് ആൻ മേരി. അത് നമ്മുടെ സ്വന്തം ആളുകളാണല്ലോ. ഹന്നയുടെ അനിയത്തിമാരാണല്ലോ. എടാ, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അനക്കാതെ പിടിച്ചേ. അത് 2 തവണ മുറിച്ചപ്പോ തന്നെ 9 പീസായില്ലേ മോനെ? മോളുസേ, 2 തവണ മുറിച്ചപ്പോഴേ 9 പീസായില്ലേ? 3 തവണ മുറിച്ചിട്ട് മതി നമുക്ക് 9 പീസ്. ആ ഉത്തരം വ്യക്തമാകാൻ വേണ്ടി ഞാൻ ഒന്ന് മുറിക്കുകയാണ്. ആണോ? ദേ, എന്റെ ഉത്തരവും കണ്ടോ? ഇതാണ് ഇപ്പൊ സവിതയുടെ പപ്പ ഇപ്പൊ മുറിച്ച് കാണിച്ചേക്കുന്നത്. റൈറ്റ്, കാണാവോ?
ഒന്നും രണ്ടും മുറി, ഒന്നാമത്തെ മുറി 3 എണ്ണത്തേലും കൂടിയാ, രണ്ടാമത്തെ മുറി 2 എണ്ണത്തേൽ മാത്രമാ, മൂന്നാമത്തെ മുറി മൂന്നാമത്തെ ഒരെണ്ണത്തേൽ മാത്രമാണ്. റൈറ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. അത് കാണിക്കേ, അതാണ് എനിക്ക് കാണേണ്ട സാധനം. ത്രികോണ ആകൃതിയിൽ വെക്കുക 3 പഴങ്ങൾ, എന്നിട്ട് അവയുടെ വെർട്ടിസസ്, അതിന്റെ വെർട്ടിസസ് കട്ട് ചെയ്യാം. ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ആ ട്രയാങ്കിളിന്റെ മൂലകൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ പഴവും 3 കഷ്ണം വീതം ആയിട്ടുണ്ടാവും. ടോട്ടൽ 9 കഷ്ണം കിട്ടിയിട്ടും ഉണ്ടാവും. ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. റൈറ്റ്? ഇത് രണ്ടാമത്തെ നല്ല ഉത്തരമാണ്. കാരണം ഓർക്കുക, സിമ്പിൾ ആയിട്ടുള്ള ഒരു പസിലാണ്. പക്ഷെ ഒന്നാമത്തെ ഉത്തരത്തിൽ നമ്മൾ മുറിക്കുന്നതിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നു. രണ്ടാമത്തേതിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിലാണ് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നത്. ഓക്കെ, ഇത് 6ാം ക്ലാസ്സിലെ കുട്ടികൾ സോൾവ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു വശത്ത് സ്ക്രീനും ഒരു വശത്ത് എന്നെയും കാണാമോ? ഓക്കെ, റൈറ്റ്, കാണാം. ഓക്കെ, എന്റെ ഒരു ടീം മെമ്പർ വന്ന് എന്റെ കണ്ണ് പൊത്തിപ്പിടിക്കാൻ പോവാണ്. ഞാൻ നമ്പർ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, തുടക്കത്തിൽ നിന്ന് പറയുന്നു. 1 4 4 1 2 1 1 0 0 8 1 6 4 4 9 3 6 2 5 1 6 9 4 1 0 0 1 4 9 6 1 5 2 6 3 9 4 4 6 1 8 0 0 1 1 2 1 4 4 1. മനസ്സിലായോ? അച്ഛനിരുന്ന് മെനക്കെട്ടിരുന്ന് നമ്പർ പഠിച്ചിട്ട് വേഷം കെട്ടുന്നല്ലേ? അല്ല മക്കളെ, സൂക്ഷിച്ചു നോക്ക. അപ്പൊ പകുതി പഠിച്ചാലെങ്കിലും ശരിയായേനെ. നിങ്ങൾ പകുതിയെങ്കിലും പഠിച്ചോ? ആ പകുതിയിലേക്ക് സൂക്ഷിച്ചു നോക്ക. നിങ്ങൾ കണ്ടുപിടിച്ച നടുഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്ക. 0 0 വരുന്നിടത്തേക്ക് 0 into 0. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോകാം. 0 into 0 0. 1 into 1 2 into 2 3 into 3 4 into 4 5 into 5 അങ്ങനെ 12 into 12 വരെ. വാവ്. ഇപ്പൊ എല്ലാവർക്കും ബുദ്ധി വെച്ചു. ഓക്കെ, ഇത് അല്പം ഒന്ന് മാറ്റി ചവിട്ടിയതാ. കാരണം ഇത് ഞങ്ങൾ യൂഷ്വലി കൊടുക്കുക സ്ക്വയർ നമ്പേഴ്സ്, മേ ബി 17 തൊട്ട് ഇങ്ങോട്ടുള്ളത് 289 തൊട്ട് 0 വരെ പ്രത്യേകം ഗ്രൂപ്പ് ചെയ്ത് കാണിക്കുമ്പോ ഒരുമാതിരിപ്പെട്ടവർ പറയാവുന്നതാണ് സ്ക്വയേഴ്സ് ആണെന്ന്. ഞാൻ ഒന്ന് തിരിച്ചിട്ടതാണ്, പാതി വരെ ചെയ്തിട്ട് അത് റിപ്പീറ്റ് ചെയ്തതാ. അപ്പോഴേക്കും ചിലർക്ക് സംശയമായി, ഇത് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്നായി. ഓക്കെ, നമ്മൾ ഒരു കൗതുകമാണ് ഉണർത്തുന്നതെങ്കിലും അറിയാതെ കൊച്ചുകുട്ടികളിൽ പോലും സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാനുള്ള ഒരു ആവേശം നമ്മൾ അറിയാതെ ഉണ്ടാക്കും. ഇത് ഓക്കെ, നമ്മൾ നടത്തുന്ന വിനോദങ്ങളിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആവേശം കൊടുത്താൽ, അതിലൂടെ അവർക്ക് കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റിയാൽ, ആ ഷൈനിങ്ങിലൂടെയാണ് അവരവരുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ഞാൻ കുട്ടികളെ പോയി ഷൈൻ ചെയ്യുന്നതിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച്
വളർന്നു വരുന്ന പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഒരു വൈക്കോൽ തുരുമ്പാണ്, ഒരെണ്ണം. കുഞ്ഞുനാളിൽ അതില്ലാതിരുന്ന ഒരാളാണ് പറയുന്നതെന്ന് ഓർത്തോളൂ. എന്നാൽ പിന്നീട് അത് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അതെനിക്ക് വലിയ ബലമായി. എന്താണ് എന്റെ കയ്യിൽ കിട്ടിയ വൈക്കോൽ തുരുമ്പ്? 2 എണ്ണം കിട്ടി എനിക്ക്. 1 ഓർമ്മശക്തി, 2 പ്രസംഗ പാഠവം. ഇത് 2 മുറുകെ പിടിച്ചാണ് പിന്നീട് എനിക്കുണ്ടായ വളർച്ച മുഴുവൻ. കുറച്ചൊക്കെ എഴുത്തും കൂടെ കിട്ടി. ഞാൻ ആവർത്തിക്കുന്നു, മാതാപിതാക്കളോടും അധ്യാപകരോടും പരിശീലകരോടും കുട്ടികളോടും, നമ്മുടെ കുട്ടികൾക്ക് വളരുമ്പോൾ വേണ്ടത് അവർക്ക് മുറുകെ പിടിക്കാവുന്ന വൈക്കോൽ തുരുമ്പ് പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായാൽ പോലും കുഴപ്പമില്ല, 1 or 2 സ്കില്ലുകൾ which will make them grow, which will make them develop. അവരെ വളരാൻ അത് സഹായിക്കും. അപ്പൊ അത്തരത്തില് അവരുടെ സ്കില്ലുകൾ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് പരിശീലനം കൊടുക്കാനും അവരുടെ ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കാനും ഒക്കെ നമ്മൾ കുഞ്ഞുനാളിലെ പരിശ്രമിച്ചാൽ ഒരു പക്ഷേ അവർക്ക് തന്നെത്താൻ അവരുടെ കാര്യങ്ങൾ ചെയ്യാവുന്ന നിലയിലേക്ക് പെട്ടെന്ന് ആയിത്തീരും. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇത് വാസ്തവത്തിൽ കാണിക്കാൻ അല്പം വിഷമമുള്ള കാര്യം, എങ്കിലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. റൈറ്റ്, ഞാൻ വേറൊരു സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഇത് എഴുതാനുള്ള സാധനമാണ്, എഴുതാനുള്ള ഗെയിമാണ്. റൈറ്റ്, നിങ്ങളുടെ മുൻപിൽ ഒരു പിക്ചർ ഉണ്ട്. ഇത് പത്രത്തിൽ വരുന്ന ഒരു ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് മോഡലാക്കി എടുക്കുകയാണ്. കുട്ടികളിൽ വൊക്കാബുലറി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇന്ററാക്ഷൻ ഉണ്ടാവും, വഴക്കുണ്ടാവും, ഡിക്ഷണറി എടുത്തു വെച്ച് അടി കൂടും ചിലപ്പോ. ഓക്കെ, നൗ ലിസൺ. കളിയുടെ നിയമം ഇതാണ്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്നിടത്തോളം വാക്കുകൾ ഉണ്ടാക്കണം. ഒരു നിർബന്ധമേ ഉള്ളൂ. എന്താണ് നിർബന്ധം? നടുവിലുള്ള അക്ഷരം എല്ലാ വാക്കുകളിലും ഉണ്ടാവണം. The letter in the middle should be there in every word. Try. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. പേര് വേണ്ട, നൗൺസ് ഒഴിവാക്കുക. അതിനകത്ത് 2 എണ്ണമുള്ള അക്ഷരങ്ങൾ 2 തവണ ഉപയോഗിക്കാം. 6 2 തവണയുണ്ട്. സോ യു ക്യാൻ യൂസ് R twice. ഞാൻ പറയുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്തോ. നിങ്ങൾ പരമാവധി വാക്ക് എഴുത, മിണ്ടരുത്. അയ്യോ, നല്ല വാക്കൊക്കെ കളഞ്ഞില്ലേ. ഓക്കെ, റൈറ്റ്. വാക്കുകൾ വരട്ടെ. 9
9 വാക്കാണ് കിട്ടിയേ. ഓക്കെ, ഇതുണ്ടാക്കിയ സമയത്ത് എനിക്ക് കിട്ടിയ വാക്കുകൾ ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്നു. ഓക്കെ, ഇത്രയല്ല, കൂടുതലുണ്ട്. ഒറ്റയടിക്ക് ഉണ്ടാക്കിയതാണ്. എല്ലാത്തിലും കിട്ടുന്നില്ലേ? ചാറ്റ് ബോക്സ്. സോറി ടു എവരി വൺ. ഗീതാബായിക്ക് മാത്രം പോയെ. ഇപ്പൊ കിട്ടി. അത് ഒറ്റ നോട്ടത്തിൽ കിട്ടിയതാ. ഞാൻ പറയുന്നത് ലെസ് ദാൻ 2 മിനിറ്റ്സില്. കാരണം ഈ ഫിഗർ ഉണ്ടാക്കിയായിരുന്നു എന്റെ ടീം മെമ്പർ. ആ സമയത്ത് പെട്ടെന്നുണ്ടായി വന്നതാ. വെരി ഗുഡ്. നിങ്ങൾ മിടുക്കരാണല്ലോ. നിങ്ങള് ഇന്ത്യ, ഉഗാണ്ട, കാനഡ കറങ്ങുകയല്ലേ, അപ്പൊ വാക്കുകൾ കൂടുതൽ വരും. റാം, വെരി ഗുഡ്. വരട്ടെ. വെരി ഗുഡ്. 17 സിസ്റ്റർ ഡേസി ആണോ അത്? വെരി ഗുഡ്. പ്രൈമറി. ഓക്കെ. ആർമി പറ്റത്തില്ല. പി വേണം. പി ഈസ് കമ്പൽസറി. റിപ്പയർ. വെരി ഗുഡ് ജോസഫ് സർ. വെരി ഗുഡ് സ്വാതി മോളെ. വെരി ഗുഡ്. പാരി, പേ. വെരി ഗുഡ്. കേറട്ടെ. റയർ പറ്റൂല. PREY പറ്റും. മാപ്പ് പറ്റും. ഇപ്പൊ കണ്ടോ? 3 പേരല്ലേ 4 പേര് ഒന്നിച്ചിരുന്നാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ അവരവരുടേത് ഷെയർ ചെയ്യുമ്പോഴേക്കും അവരുടെ വൊക്കാബുലറി പൂൾ വളരെ വലുതായിട്ട് വരും. സിമ്പിൾ ടാസ്ക് എല്ലാ ദിവസവും ഇംഗ്ലീഷ് പത്രത്തിലുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ദെയർ ഇൻ ടൈംസ് ഓഫ് ഇന്ത്യ. ഹിന്ദുവിലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്.